Dear students, today we will be dealing with restatement of quantity theory of money. So this is also one of the post-Keynesian approach, the restatement of quantity theory of money by Milton Friedman. Restatement of quantity theory was published in the year 1956 in Friedman's essay, The Quantity Theory of Money, a Restatement. In this theory, he have beautifully restated, in his article, he have beautifully restated the old quantity theory of money. So the old quantity theory of money, stating the direct relationship, proportionate relationship between money, supply and price, was restated in Friedman's article, The Quantity Theory of Money, a Restatement, which was published in the year 1956. അപ്പോൾ ഫ്രീഡ്മാൻ്റെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ആ റീസ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എസ്സേയിലാണ് അദ്ദേഹം ക്ലാസിക്കൽ തിയറിയായ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണീനെ റീസ്റ്റേറ്റ് ചെയ്തത്. So, restatement of quantity theory of money is attached with Milton Friedman. He have restated the old classical quantity theory of money in the year 1956. In his restatement, Friedman says that money does matter. In old classical quantity theory of money, they believed that money is veiled, money does not matter. Whereas Friedman, in his restatement, he states that money does matter. Money is not neutral. Money is not neutral at least in short run. Short run-ലെങ്കിലും money neutral അല്ല. മണിക്ക് റിയൽ വേരിയബിൾസിനെ അഫക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് ഫ്രീഡ്മാൻ പറയുന്നത്. അപ്പോൾ ഫ്രീഡ്മാൻ്റെ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ അദ്ദേഹം മണിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. മണി ഡസ് നോട്ട് മാറ്റർ എന്ന് ക്ലാസിക്കൽസ് പറയുമ്പോൾ ഫ്രീഡ്മാൻ പറയുന്നത് മണി ഡസ് മാറ്റർ എന്നാണ്. മണി ന്യൂട്രൽ അല്ല, മണി വെയിലല്ല. അറ്റ്ലീസ്റ്റ് ഷോർട്ട് റണ്ണിൽ മണിക്ക് റിയൽ വേരിയബിൾസിനെ അഫക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് ഫ്രീഡ്മാൻ പറയുന്നത്. ഫ്രീഡ്മാൻ കൺസിഡേഴ്സ് മണി ആസ് എൻ അസെറ്റ്, സോ ഇറ്റ് കൻ ഇൻഫ്ലുവൻസ് റിയൽ വേരിയബിൾസ് ഇൻ ഷോർട്ട് റൺ. അപ്പം മണീനെ ഒരു അസറ്റായിട്ടാണ് ഫ്രീഡ്മാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ടോബിനൊക്കെ പറയുന്നത് പോലെ തന്നെ മണി ആളുകൾ കീപ്പ് ചെയ്യുന്നത് ഒരു അസറ്റായിട്ടാണ് മണീനെ കീപ്പ് ചെയ്യുന്നത്. മണിയുടെ സ്റ്റോർ ഓഫ് വാല്യൂവിനാണ് ഫ്രീഡ്മാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം മണീനെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് ഒരു അസറ്റായിട്ട് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഷോർട്ട് റണ്ണിൽ മണിക്ക് റിയൽ വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. സോ ഇൻ ഷോർട്ട് റൺ മണി ഈസ് നോട്ട് ന്യൂട്രൽ അക്കോർഡിംഗ് ടു Friedman. So Friedman have published Quantity Theory of Money, a Restatement in the year 1956, and in his essay he have beautifully restated the old Quantity Theory of Money. Now let us move on to the background of the theory. ഈ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ റീസ്റ്റേറ്റ്മെൻറ്റ് ഫ്രീഡ്മാൻ കൊണ്ടുവരുമ്പോൾ ആ സമയത്തെ മാക്രോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ തിയറി. First stage in the development of monetarism can be traced from mid-1950s to mid-1960s and involved an attempt to re-establish the quantity theory of money approach to macroeconomic analysis. So monetarism എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് mid-1950s mid-1960s ഇടയ്ക്കാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമുക്കറിയാം 1956 ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ റീസ്റ്റേറ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പം മോണിറ്ററിസത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡെവലപ്പ് ചെയ്തൊരു തിയറിയാണ്, അല്ലെങ്കിൽ മോണിറ്ററിസത്തിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് തന്നെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ ഡെവലപ്മെൻറ്റോട് കൂടിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ് മോണിറ്ററിസത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. മോണിറ്ററിസ്റ്റുകളുടെ ലീഡർ എന്ന് പറയുന്നത് തന്നെ മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്ന ആ ഒരു തിയറിയിലൂടെ തന്നെയാണ് മോണിറ്ററിസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം പോസ്റ്റ് കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടാണ് മോണിറ്ററിസം എന്ന് പറയുന്നത്. കെയ്ൻസിൻ്റെ 1930s ഉള്ള കെയ്ൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് ശേഷം ഡെവലപ്പ് ചെയ്ത ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് മോണിറ്ററിസം.
അപ്പോൾ കെയ്ൻസിൻ്റെ കാലഘട്ടത്തിൽ കെയ്ൻസ് did not attach much relevance to quantity theory of money and also to monetary policy. അപ്പോൾ കെയ്ൻസിനെ സംബന്ധിച്ചിടത്തോളം കെയ്ൻസ് മോണിറ്ററി പോളിസിക്കും ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിക്കും വലിയ റെലവൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ക്ലാസിക്കൽസും അതുപോലെ തന്നെ എന്താണ് മോണിറ്ററി പോളിസിക്ക് ഗവൺമെൻറ് ഇൻ്റർവെൻഷനും മോണിറ്ററി പോളിസിക്കും രണ്ടിനും ക്ലാസിക്കൽസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കെയ്ൻസ് ആണെങ്കിൽ എന്താണ് ഫിസിക്കൽ പോളിസിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കെയ്ൻസ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിക്ക് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ മോണിറ്ററി പോളിസീസ് ഇൻഎഫക്റ്റീവ് അക്കോർഡിംഗ് ടു കെയ്ൻസ്. അപ്പം കെയ്ൻസും ക്ലാസിക്കൽസും മോണിറ്ററി പോളിസിക്ക് യാതൊരു ഇമ്പോർട്ടൻസും കൊടുത്തിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് മോണിറ്ററിസ്റ്റായ ഫ്രീഡ്മാൻ അദ്ദേഹത്തിൻ്റെ തിയറിയുമായിട്ടെത്തുന്നത്. So Keynes, for example, in the case of liquidity trap, he says that monetary policy is irrelevant. അപ്പോൾ കെയ്ൻസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മോണിറ്ററി പോളിസിക്ക് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ലിക്വിഡിറ്റി ട്രാപ്പ് ആ ഒരു ഫേസിൽ ഇപ്പം സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ലിക്വിഡിറ്റി ട്രാപ്പിൽ നിൽക്കുന്ന ആ ഒരു കേസിൽ മോണിറ്ററി അതോറിറ്റി മോണിറ്ററി പോളിസിയിലൂടെ ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൂട്ടാനായിട്ട് ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക? അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പിൽ നമുക്കറിയാം ഡിമാൻഡ് ഫോർ മണിയുടെ കർവ് എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ, എക്സ് ആക്സിസിന് ഹൊറിസോണ്ടലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഇൻക്രീസ് ചെയ്ത മണി സപ്ലൈ അതേപോലെ സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ആളുകൾ കയ്യിൽ കീപ്പ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം വെലോസിറ്റി, മണി സർക്കുലേഷൻ്റെ വെലോസിറ്റി കുറയുകയാണ്. മണി ട്രാൻസാക്ഷന് വേണ്ടിയിട്ടോ പ്രിക്വേഷണറി പർപ്പസിന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്നില്ല. അതേസമയം ഇൻക്രീസ് ചെയ്ത മണി സപ്ലൈ അവരതേപോലെ കയ്യിൽ സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നു. അതായത് അത് സർക്കുലേഷന് പോകുന്നില്ല. വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ അതേ രീതിയിൽ കുറയുകയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്. അപ്പം ഈ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആളുകൾ സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് കയ്യിൽ കറൻസി ഹോൾഡ് ചെയ്യുന്നു. ആ ഒരു കേസാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പം ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ കേസിൽ വരുമ്പം കെയ്ൻസ് LM കർവിനെ എങ്ങനെയാണ് ഹൊറിസോണ്ടൽ കർവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് മോണിറ്ററി പോളിസി ഇർറെലവൻ്റ് ആണ്, അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആണെന്നാണ് കെയ്ൻസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ മണി സപ്ലൈയുടെയും മണി ഡിമാൻഡിനും മണിക്ക് ഇക്കോണമിയിൽ റെലവൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്വാണ്ടിറ്റി തിയറിനെ റീസ്റ്റേറ്റ് ചെയ്യുന്നത്. So it was against this Keynesian background Milton Friedman attempted to bring back quantity theory approach to macroeconomic analysis. Although traditional quantity theory is a body of doctrine concerned with relationship between money supply and general price level, Friedman presented his restatement as a theory of demand for money. So traditional quantity theory of money gave more importance to supply side, whereas Friedman, in his restatement, he presented the theory as theory of demand for money. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ തിയറിയുടെ ക്രിറ്റിസിസം നിങ്ങൾ ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാവും. ക്ലാസിക്കൽ തിയറി, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത് സപ്ലൈ സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തിയറിയാണ്. പക്ഷെ ഫ്രീഡ്മാൻ ഈ ക്ലാസിക്കൽ തിയറിനെ റീസ്റ്റേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ആ തിയറിനെ ഡിമാൻഡ് ഫോർ മണി തിയറി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തത്. അതായത് അദ്ദേഹം ഡിമാൻഡ് സൈഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ക്ലാസിക്കൽ തിയറിനെ റീസ്റ്റേറ്റ് ചെയ്തപ്പോൾ ഫ്രീഡ്മാൻ ഡിമാൻഡ് സൈഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഫ്രീഡ്മാൻ പ്രസൻറ്റഡ് ഹിസ് റീസ്റ്റേറ്റ്മെൻറ്റ് ആസ് എ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ ഡിമാൻഡ് ഫോർ മണിയുടെ തിയറി ആയിട്ടാണ് ഈ ഒരു റീസ്റ്റേറ്റ്മെൻറ്റിനെ ഫ്രീഡ്മാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു തിയറിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതാണ് മിഡ് 1950s-60s മോണിറ്ററിസം എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കെയ്ൻസ് മണിക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത, മോണിറ്ററി പോളിസി ഇറലവൻ്റ് ആണെന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലാണ് ഫ്രീഡ്മാൻ ഈ ഒരു മണിയുടെ ഇമ്പോർട്ടൻസിനെ
ഡിപിക്റ്റ് ചെയ്യാനായിട്ട്, മണിയുടെ ഇമ്പോർട്ടൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ റീസ്റ്റേറ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം മണിക്ക് തീരെ റെലവൻസ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ഫ്രീഡ്മാൻ ഈ മോണിറ്ററി തിയറി ഓഫ് ഈ മോണിറ്ററി തിയറി, റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മോണിറ്ററി തിയറി അദ്ദേഹം കൊണ്ടുവരുന്നത്, ക്വാണ്ടിറ്റി തിയറി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Now let us move on to assumptions of Friedman's restatement of quantity theory of money. So this theory have three important assumptions. First assumption, Friedman says that his quantity theory is a theory of demand for money. It's not a theory of output, income or price. അപ്പോൾ ഫ്രീഡ്മാൻ്റെ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഈസ് എ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി. ഡിമാൻഡ് ഫോർ മണി അല്ലെ, ഡിമാൻഡ് സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള തിയറിയാണ്, സപ്ലൈ സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള തിയറി അല്ല. ഡിമാൻഡ് ഫോർ മണിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, മണിയുടെ ഡിമാൻഡ് സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള തിയറിയാണ് റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. സെക്കൻഡ് അസംഷൻ, Friedman distinguishes between two types of demand for money. Demand for money for transaction purpose and demand for money as an asset. അപ്പം മണി രണ്ട് രീതിയിലാണ് ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നതെന്നാണ് ഫ്രീഡ്മാൻ പറയുന്നത്. ഒന്ന് ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പം മണി ഈസ് ഡിമാൻഡഡ് ഫോർ ട്രാൻസാക്ഷൻ പർപ്പസ്. ആളുകൾക്ക് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്, ആളുകൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനോ ഒക്കെ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ആളുകൾ മണി ഡിമാൻഡ് ചെയ്യും. അതാണ് ഒരു ടൈപ്പ്. അപ്പം രണ്ട് രീതിയിലാണ് ആളുകൾ ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ മണി ഡിമാൻഡ് ചെയ്യുന്നത്. ഒന്ന് ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. രണ്ട്, പീപ്പിൾ കീപ്പ് മണി ആസ് എൻ അസെറ്റ്. ആളുകൾ മണീനെ ഒരു അസറ്റായിട്ട് കീപ്പ് ചെയ്യും. അവരുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് ആളുകൾ അസറ്റായിട്ട് മണീനെ കീപ്പ് ചെയ്യും. അപ്പം ഫ്രീഡ്മാൻ ഡിമാൻഡ് ഫോർ മണീനെ രണ്ട് രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് ട്രാൻസാക്ഷൻ പർപ്പസ് ആൻഡ് സെക്കൻഡ്, പീപ്പിൾ ഹോൾഡ് മണി ആസ് അസറ്റ്. ഫ്രീഡ്മാൻ കൺസിഡേഴ്സ് മണി ആസ് എ പാർട്ട് ഓഫ് വെൽത്ത്. അപ്പോൾ ഫ്രീഡ്മാൻ മണീനെ വെൽത്തിൻ്റെ ഭാഗമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുടെ ഒരു പാർട്ടായിട്ടാണ് മണീനെ ഫ്രീഡ്മാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഫ്രീഡ്മാൻ ട്രീറ്റ്സ് ഡിമാൻഡ് ഫോർ മണി ആസ് എ പാർട്ട് ഓഫ് വെൽത്ത് തിയറി. അപ്പോൾ വെൽത്ത് തിയറിയുടെ പാർട്ടായിട്ടാണ് ഡിമാൻഡ് ഫോർ മണീനെ ഫ്രീഡ്മാൻ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെൽത്തിൻ്റെ ഒരു ഭാഗം, വെൽത്തിനെയാണ് നമ്മൾ അസറ്റുകളിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ കയ്യിലുള്ള വെൽത്ത് യൂസ് ചെയ്തിട്ടാണ് പല അസറ്റുകൾ മേടിക്കുന്നത്. ബോണ്ട് മേടിക്കുന്നതും ഇക്വിറ്റീസ് മേടിക്കുന്നതും മണിയായിട്ട് കീപ്പ് ചെയ്യുന്നതും ഒക്കെ എന്താണ്, വെൽത്തിനെയാണ് ഈ അസറ്റുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം വെൽത്തിൻ്റെ ഒരു ഭാഗമാണ് മണിയായിട്ട് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റുകൾ പോലെ തന്നെ ഒരു അസറ്റ് ആയിട്ട് തന്നെയാണ് ഫ്രീഡ്മാൻ മണീനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ വെൽത്തിൻ്റെ ഒരു ഭാഗം ബോണ്ടായിട്ട് കീപ്പ് ചെയ്യും, മറ്റൊരു ഭാഗം ഇക്വിറ്റീസ് ആയിട്ട് കീപ്പ് ചെയ്യും, മറ്റൊരു ഭാഗം എന്താണ്, മണിയായിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ മണി ഈസ് കൺസിഡേർഡ് ആസ് ആൻ അസറ്റ്. അപ്പോൾ ഫ്രീഡ്മാൻ മണീനെ അസറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് അസംഷൻ. തേർഡ് അസംഷൻ, ഫ്രീഡ്മാൻ ട്രീറ്റ്സ് ഡിമാൻഡ് ഫോർ മണി ജസ്റ്റ് ലൈക്ക് ഡിമാൻഡ് ഫോർ എനി ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ്. അപ്പം ഏതൊരു കൺസ്യൂമർ ഗുഡ്സിൻ്റെയും ഡിമാൻഡിനെ എങ്ങനെയാണോ ഇക്കണോമിസ്റ്റുകൾ ട്രീറ്റ് ചെയ്യുന്നത്, അതേപോലെയാണ് മണിയുടെ ഡിമാൻഡിനെ ഫ്രീഡ്മാൻ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഫ്രീഡ്മാൻ്റെ 3 അസംഷൻസ്. സോ അക്കോർഡിംഗ് ടു ഫ്രീഡ്മാൻ, ക്വാണ്ടിറ്റി തിയറി ഈസ് എ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി. ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ ഡിമാൻഡ് സൈഡിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള തിയറിയാണ് ഫ്രീഡ്മാൻ്റെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. സെക്കൻഡ്, ഫ്രീഡ്മാൻ ട്രീറ്റ്സ് ഡിമാൻഡ് ഫോർ മണി ആസ് എ പാർട്ട് ഓഫ് വെൽത്ത്, അല്ലെങ്കിൽ ഫ്രീഡ്മാൻ ട്രീറ്റ്സ് മണി ആസ് എ പാർട്ട് ഓഫ് വെൽത്ത്. വെൽത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ അസറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മണീനെ കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അസറ്റായിട്ടാണ് ഫ്രീഡ്മാൻ മണീനെ കൺസിഡർ ചെയ്യുന്നത്. തേർഡ്,
Friedman treats demand for money just like demand for any durable consumer goods. ഏതൊരു ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സിനെയും ഡിമാൻഡിനെ എങ്ങനെയാണോ ഇക്കണോമിസ്റ്റുകൾ ട്രീറ്റ് ചെയ്യുന്നത്, അതേപോലെയാണ് ഫ്രീഡ്മാൻ ഡിമാൻഡ് ഫോർ മണീനെ ട്രീറ്റ് ചെയ്യുന്നത്. Friedman postulated that demand for money yields a flow of services to the holder, and the services or the yield depends on three main factors. അപ്പോൾ ഫ്രീഡ്മാൻ പറയുന്നത് ഡിമാൻഡ് ഫോർ മണി കീപ്പ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും മണി കുറച്ച് സർവീസസ് അല്ലെങ്കിൽ കുറച്ച് ഈൽഡ് പ്രൊവൈഡ് ചെയ്യും. ഈ ഈൽഡ് 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഫസ്റ്റ്, വെൽത്ത് കൺസ്ട്രെയിൻറ്റ്. അപ്പം വെൽത്തിനെ ആശ്രയിച്ചാണ് മണിയുടെ ഈൽഡ് ഇരിക്കുന്നത്. അപ്പം വെൽത്താണ് മണിയായിട്ടും അസറ്റായിട്ടും വെൽത്തിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഈൽഡ് ഓർ ഫ്ലോ ഓഫ് സർവീസസ് ഓഫ് മണി ഡിപ്പെൻഡ്സ് ഓൺ വെൽത്ത് കൺസ്ട്രെയിൻറ്റ്. Second factor, return or yield on money in relation to return on other financial and real assets in which wealth can be held. അപ്പം രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? മറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ മേലുള്ള റിട്ടേൺസ്. അപ്പം മണീനെ വെച്ച് നോക്കുമ്പോൾ മറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സിന് എന്തോരം റിട്ടേൺ ഉണ്ട്. അപ്പം ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് ഓൺ വെൽത്ത് കൺസ്ട്രെയിൻ. വെൽത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡിമാൻഡ് ഫോർ മണി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണിയുടെ ഈൽഡ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് മറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ ഈൽഡിനെ ബേസ് ചെയ്തിട്ടാണ് ഡിമാൻഡ് ഫോർ മണിയുടെ അല്ലെങ്കിൽ മണിയുടെ ഈൽഡ് ഇരിക്കുന്നത്. മറ്റ് ബോണ്ടുകൾക്കൊക്കെ ഈൽഡ് കൂടുതലാണെങ്കിൽ ഡിമാൻഡ് ഫോർ മണി കുറവായിരിക്കും. അപ്പം ഡിമാൻഡ് ഫോർ മണിയുടെ ഈൽഡ് മറ്റ് അസറ്റുകളുടെ ഫിനാൻഷ്യൽ റിയൽ അസറ്റുകളുടെ റിട്ടേണെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. തേർഡ് ഫാക്ടർ ഇസ് ദി അസറ്റ് ഹോൾഡേഴ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അപ്പോൾ അസറ്റ് ഹോൾഡേഴ്സിന് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അസറ്റ് ഹോൾഡേഴ്സ് റിസ്ക് എടുക്കാനായിട്ട് അവർക്ക് തയ്യാറല്ല. അങ്ങനെയുള്ളവർ എങ്ങനെയാണ്? അവർ കൂടുതൽ മണി ഡിമാൻഡ് ചെയ്യും. അവർ മണീനെ പ്രിഫർ ചെയ്യും, മണി ഹോൾഡ് ചെയ്യുന്നത് പ്രിഫർ ചെയ്യും. അപ്പോൾ അസറ്റ് ഹോൾഡേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഈൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ ഡിമാൻഡ് ഫോർ മണി ഗിവ്സ് ഡിഫറെൻറ്റ് ബെനഫിറ്റ്സ് ടു ഹോൾഡേഴ്സ്. ബട്ട് മണി ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ബെനഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ആ ബെനഫിറ്റ്സ് 3 ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഫസ്റ്റ്, വെൽത്ത് കൺസ്ട്രെയിൻറ്റ്, ആളുകളുടെ വെൽത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സെക്കൻഡ്, റിട്ടേൺ ഓർ ഈൽഡ് ഓൺ അതർ ഫിനാൻഷ്യൽ ആൻഡ് റിയൽ അസറ്റ്സ്. മറ്റ് ഫിനാൻഷ്യൽ റിയൽ അസറ്റ്സിൻ്റെ ഈൽഡ് എന്തോരം ഉണ്ട് അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ അസറ്റ് ഹോൾഡേഴ്സിൻ്റെ ടേസ്റ്റിനെയും പ്രിഫറൻസിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. Now let us move on to the theory. A simplified version of Friedman's demand for money balance can be written in the following equation. MD by P is a function of YP, R, PE and U. അപ്പോൾ ഫ്രീഡ്മാൻ്റെ ഡിമാൻഡ് ഫോർ റിയൽ മണി ബാലൻസ്. ഡിമാൻഡ് ഫോർ റിയൽ മണി ബാലൻസ് എന്ന് പറയുന്നത് എം ഡി, he have represented it as MD by P is a function of YP, R, PE and U. Here YP is the permanent income. R represents returns on financial and other assets. PE represents expected rate of inflation and U represents ഇൻഡിവിജ്വൽസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അപ്പം ഫ്രീഡ്മാനെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് ഫോർ റിയൽ മണി ബാലൻസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി, അപ്പം അദ്ദേഹം MD by P എന്നാണ്, അതായത് ജസ്റ്റ് എന്താണ് ഡിമാൻഡ് ഫോർ റിയൽ മണി ബാലൻസ് ആണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഡിമാൻഡ് ഫോർ റിയൽ മണി ബാലൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് പെർമനൻറ്റ് ഇൻകം, റിട്ടേൺ ഓൺ financial and other assets, expected rate of inflation and individual's taste and preference. അപ്പോൾ ഫ്രീഡ്മാൻ പറയുന്നത് ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ റിയൽ ബാലൻസ് പെർമനൻറ്റ് ഇൻകത്തെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്.
ഫിനാൻഷ്യൽ അതർ അസറ്റ്സിൻ്റെ റിട്ടേണെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷനെ ബേസ് ചെയ്താണ് ഇൻഡിവിജ്വൽസിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഫ്രീഡ്മാൻ്റെ സിമ്പിൾ വേർഷൻ ഡിമാൻഡ് ഫോർ മണി, റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് ഫോർ മണിയുടെ സിമ്പിൾ വേർഷനിലെ അദ്ദേഹത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് MD/P ഈസ് ഈക്വൽ ടു FYP/RPEU. So in his analysis, he predicts that demand for money will be greater if higher the level of wealth. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ഗ്രേറ്റർ ആയിരിക്കുന്നത് എപ്പോഴാണ്? ഈ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ ഡിമാൻഡ് ഫോർ റിയൽ മണി ബാലൻസ് എപ്പോഴാണ് കൂടുതലായിരിക്കുക? ഡിമാൻഡ് ഫോർ മണി ബാലൻസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വെൽത്ത് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വെൽത്ത് എന്ന് പറയുന്നതിനെ അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത് YP പെർമനൻറ്റ് ഇൻകം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ വെൽത്ത് എന്നതുകൊണ്ട് ഫ്രീഡ്മാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? പെർമനൻറ്റ് ഇൻകം ആണ്. പെർമനൻറ്റ് ഇൻകം കൂടുതലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെൽത്ത് കൂടുതലായിരിക്കുമ്പോൾ ഡിമാൻഡ് ഫോർ മണി ഗ്രേറ്റർ ആയിരിക്കും. സോ ഹയർ ദ വെൽത്ത്, ഹയർ വിൽ ബി ഓർ ഗ്രേറ്റർ വിൽ ബി ദി ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ പെർമനൻറ്റ് ഇൻകം അല്ലെങ്കിൽ വെൽത്ത് ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. കൂടുതൽ വെൽത്ത് ഉണ്ടെങ്കിൽ കൂടുതൽ മണി ആളുകൾ കീപ്പ് ചെയ്യും. സോ മണി എന്ന് പറയുന്നത് എന്താണ്? അസറ്റായിട്ടാണ് ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. അവരുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വെൽത്ത് കൂടിയാൽ വെൽത്താണ് അസറ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അസറ്റുകളുടെ സമ്മാണ് നമ്മൾ വെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വെൽത്തിനെയാണ് അസറ്റുകളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മണീനെ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ വെൽത്ത് ഇൻക്രീസ് ചെയ്താൽ, കൂടുതൽ വെൽത്ത് ഉണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ മണി ഹോൾഡ് ചെയ്യും. സോ വെൻ പെർമനൻറ്റ് ഇൻകം increases or higher the permanent income or higher the wealth, higher will be the demand for money. അപ്പം ഇവിടെ ഫ്രീഡ്മാൻ വെൽത്തിന് പകരം പെർമനൻറ്റ് ഇൻകം എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഈ പെർമനൻറ്റ് ഇൻകം ഹൈപ്പോത്തിസിസ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണീനെ റീസ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പം സാധാരണഗതിയിൽ ഏതൊരു വ്യക്തിയാണേലും പുതിയൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസെപ്റ്റിനെ പിന്നീട് വരുന്ന തിയറിയിലൊക്കെ തിരികെ കയറ്റുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു പ്രവണതയാണ്. അതേപോലെ തന്നെ ഫ്രീഡ്മാൻ അദ്ദേഹം ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പെർമനൻറ്റ് ഇൻകം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് വന്ന അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അദ്ദേഹം അത് തിരികെ കയറ്റിയെന്നേ ഉള്ളൂ. വെൽത്തിന് പകരം അദ്ദേഹം പെർമനൻറ്റ് ഇൻകം യൂസ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ വേറെ ആരും യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മളാണല്ലോ നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ആരും യൂസ് ചെയ്യണമെന്നില്ല. അപ്പം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റ് അദ്ദേഹം ഈ ഒരു തിയറിയിൽ കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ വെൽത്തിന് പകരം ഫ്രീഡ്മാൻ യൂസ് ചെയ്യുന്നത് പെർമനൻറ്റ് ഇൻകം ആണ്. അപ്പോൾ പെർമനൻറ്റ് ഇൻകം അല്ലെങ്കിൽ വെൽത്ത് കൂടുമ്പോൾ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഫോർ മണി വിൽ ബി ഗ്രേറ്റർ if when lower the yield on other asset. So yield on other asset lower ആകുമ്പോൾ, അതായത് 6 കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. 6 കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. ലോവർ ദി yield on other asset, greater will be demand for money. അപ്പം മറ്റ് അസറ്റുകളുടെ ഈൽഡ് കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. ബോണ്ടിൻ്റെ ഈൽഡ് കുറയുമ്പോൾ, ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ബെനഫിറ്റ് കുറയുമ്പോൾ, റിട്ടേൺ കുറയുമ്പോൾ ബോണ്ട് ആളുകൾ കൂടുതൽ പർച്ചേസ് ചെയ്യത്തില്ല. അതും കൂടി അവരെന്ത് ചെയ്യും? മണിയായിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ബോണ്ടിൻ്റെയും മറ്റ് ഫിനാൻഷ്യൽ റിയൽ അസറ്റുകളുടെ ഈൽഡ് കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. സോ 6 കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. ദെൻ ലോവർ ദി എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, greater will be demand for money. എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ PE കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഫോർ റിയൽ മണി ബാലൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പം എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നാളെ ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ആളുകളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ്? അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിമാൻഡ് ഫോർ മണി ഇരിക്കുന്നത്. അപ്പോൾ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് വില മീൻസ് ഇൻഫ്ലേഷൻ ഉണ്ടാകാനാണ് സാധ്യത എന്ന് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? പ്രൈസിൻ്റെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കൂടുതലാണെങ്കിൽ
ഡിമാൻഡ് ഫോർ മണി കുറവായിരിക്കും. അപ്പം നാളെ മാർക്കറ്റിൽ വില കൂടാനാണ് സാധ്യതയെങ്കിൽ ആരെങ്കിലും കയ്യിൽ പൈസ കീപ്പ് ചെയ്യൂ? പ്രൈസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? മണി വാല്യൂ കുറയും. അപ്പം നമ്മൾ ഇന്ന് മണി കൂടുതൽ കയ്യിൽ കീപ്പ് ചെയ്താൽ നാളെ മണിയുടെ വാല്യൂ കുറയും. അപ്പം നമുക്ക് നഷ്ടം ഉണ്ടാകും. അപ്പം ഇൻഫ്ലേഷൻ കൂടാനാണ് സാധ്യതയെങ്കിൽ ആളുകൾ കയ്യിൽ കുറവ് പൈസ കീപ്പ് ചെയ്തുള്ളൂ. അതേസമയം ഇൻഫ്ലേഷൻ പ്രൈസ് ഇൻക്രീസ് ചെയ്യല്ല, പ്രൈസ് കുറയാനാണ് സാധ്യതയെങ്കിൽ ആളുകൾ കൂടുതൽ മണി കയ്യിൽ കീപ്പ് ചെയ്യും. അപ്പോൾ ആളുകളുടെ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസിനെ ബേസ് ചെയ്തിട്ട് ഡിമാൻഡ് ഫോർ മണി ഇരിക്കുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ് കുറവാണ് എന്നുണ്ടെങ്കിൽ, ഇൻഫ്ലേഷൻ കുറയാനാണ് സാധ്യത, അല്ലെങ്കിൽ അങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻസ് എങ്കിൽ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. അതേസമയം നേരെ തിരിച്ച് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഫോർ മണി കുറയും. So lower the expected rate of inflation, higher will be the demand for money. Higher the expected rate of inflation, lower will be the demand for money. So from this equation, we can say that demand for money is directly proportional to permanent income or wealth, and it is inversely related to rate of return on financial and other assets and expected rate of inflation. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി പെർമനൻറ്റ് ഇൻകവുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. പെർമനൻറ്റ് ഇൻകം അല്ലെങ്കിൽ വെൽത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. വെൽത്ത് കുറയുമ്പോൾ അല്ലെങ്കിൽ പെർമനൻറ്റ് ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ മണി കുറയും. അതേസമയം റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ അതർ ഫിനാൻഷ്യൽ അസറ്റ്, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷനുമായിട്ട് ഡിമാൻഡ് ഫോർ മണി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. മറ്റ് ഫിനാൻഷ്യൽ അസറ്റിൻ്റെ റിട്ടേൺ കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ മണി കൂടും. ബോണ്ടിൻ്റെയൊക്കെ റിട്ടേൺ കൂടുമ്പോൾ ആളുകൾ കൂടുതൽ ബോണ്ട് മേടിക്കും, മണി ആളുകൾ മേടിക്കത്തില്ല, അപ്പോൾ ഡിമാൻഡ് ഫോർ മണി കുറയും. അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യാനാണ് സാധ്യതയെങ്കിൽ ഡിമാൻഡ് ഫോർ മണി കുറയും. അപ്പോൾ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. PE അതുപോലെ തന്നെ ആറുമായിട്ട് ഡിമാൻഡ് ഫോർ മണി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. So demand for money or demand for real money balance, MD/P, is a function of permanent income or wealth, rate of return on financial and other asset, PE, the expected rate of inflation, and U, individuals' taste and preference. Now let us move on to portfolio adjustment in മിൽട്ടൺ ഫ്രീഡ്മാൻസ് തിയറി. അപ്പം നമ്മുടെ തിയറിയിൽ അദ്ദേഹത്തിൻ്റെ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ കൊണ്ട് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ തിയറി ഇൻകംപ്ലീറ്റ് ആണ്. ഈ മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറിയുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഈ പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പം ഒരു വ്യക്തി, അപ്പം പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റ് ടോബിനെക്കാട്ടിലും മുമ്പ് ചെറിയൊരു രീതിയിൽ മെൻഷൻ ചെയ്യുന്നത് മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ്. അപ്പം മണീനെ അദ്ദേഹം അസറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആളുകളുടെ വെൽത്ത് ആളുകൾ മണിയായിട്ട് കുറച്ച് കീപ്പ് ചെയ്യും, കുറച്ച് എന്ത് ചെയ്യും, ബോണ്ട് മേടിക്കും, കുറച്ച് ഇക്വിറ്റീസ് മേടിക്കും, മറ്റ് അസറ്റുകളൊക്കെ മേടിക്കും. അപ്പം വെൽത്ത് ഇസ് അലോക്കേറ്റഡ് ബിറ്റ്വീൻ വേരിയസ് ഫോംസ് ഓഫ് അസറ്റ്സ്. അപ്പം വെൽത്തിനെ അസറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് വ്യക്തികൾ. So the way total wealth is allocated between various forms of assets depends on relative rate of return on various assets. അപ്പോൾ വെൽത്തിനെ അസറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലേ. വെൽത്തിൻ്റെ ഒരു ഭാഗം, അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വെൽത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഭാഗം മണിയായിട്ട് കീപ്പ് ചെയ്യും, കുറച്ച് ഭാഗം ബോണ്ടായിട്ട് കീപ്പ് ചെയ്യും, കുറച്ച് ഭാഗം മറ്റ് ഇക്വിറ്റീസ് മറ്റ് അസറ്റുകളായിട്ട് കീപ്പ് ചെയ്യും. അപ്പം ഇതെങ്ങനെയാണ് ആളുകൾ കീപ്പ് ചെയ്യുന്നത്? വെൽത്തിനെ എങ്ങനെയാണ് അസറ്റുകളായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? റിലേറ്റീവ് റേറ്റ് ഓഫ് റിട്ടേണിനെ, അസറ്റിൻ്റെ റിലേറ്റീവ് റേറ്റ് ഓഫ് റിട്ടേണിനെ ബേസ് ചെയ്തിട്ടാണ് വെൽത്ത് അലോക്കേറ്റ് ചെയ്യുന്നത്. So in equilibrium, wealth will be allocated between assets such that marginal rate of returns are equal. അപ്പം നമ്മുടെ വെൽത്ത് നമ്മൾ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുക? ഓരോ ആസറ്റിൽ നിന്നും കിട്ടുന്ന മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ആകുന്ന രീതിയിലാണ് വെൽത്തിനെ അലോക്കേറ്റ് ചെയ്യുക.
അപ്പോൾ വെൽത്തിനെ നമ്മൾ മണിയായിട്ടും ബോണ്ടായിട്ടും ഇക്വിറ്റീസ് ആയിട്ടും ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യും. അപ്പം ഇക്വിലിബ്രിയം പോർട്ട്ഫോളിയോ അലോക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മണി ഷുഡ് ബി ഈക്വൽ ടു മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ bonds, and it should be equal to marginal rate of return on equities, and that should be equal to marginal rate of return on fiscal debts and so on. അപ്പം നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്കകത്ത് എന്തോരം അസറ്റ് ഉണ്ടോ ആ അസറ്റുകളുടെ ഒക്കെ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺസ് ഈക്വൽ ആയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് ഇക്വിലിബ്രിയത്തിലാകുന്നത്. അപ്പം നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്കകത്ത് മണിയും ബോണ്ടും ഇക്വിറ്റിയും ഫിസ്ക്കൽ ഡെപ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ആയിരിക്കണം. മണിയുടെ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ബോണ്ടിൻ്റെ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേണോട് ഈക്വൽ ആയിരിക്കണം. അത് ഇക്വിറ്റീസിൻ്റെ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന ബെനഫിറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റീസിൻ്റെ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേണോട് ഈക്വൽ ആയിരിക്കണം. ഫിസ്ക്കൽ ഡെപ്റ്റിൻ്റെ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേണോട് ഈക്വൽ ആയിരിക്കണം. അപ്പം നമ്മുടെ വെൽത്ത് നമ്മൾ പല അസറ്റുകളിലേക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. വെൽത്ത് ഉപയോഗിച്ച് നമ്മൾ പല അസറ്റുകൾ മേടിക്കും. ഈ അസറ്റുകളുടെയൊക്കെ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ആയിരിക്കണം. അപ്പോഴാണ് ഒപ്റ്റിമം പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇക്വിലിബ്രിയത്തിലെത്തുക. സോ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഓൾ അസറ്റ് ഷുഡ് ബി ഈക്വൽ. ആ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെയാണ് റാഷണൽ ഇൻഡിവിജ്വൽസ് വെൽത്തിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പം റാഷണൽ ഇൻഡിവിജ്വൽസ് ദേ എയിം ടു മാക്സിമൈസ് യൂട്ടിലിറ്റി. അപ്പം യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാനായിട്ട് റാഷണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വെൽത്തിനെ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുക? പല അസറ്റുകളിലേക്കാണ് അലോക്കേറ്റ് ചെയ്യുക. ഈ അസറ്റുകളുടെ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ആകുന്ന രീതിയിലാണ് റാഷണൽ ഇൻഡിവിജ്വൽസ് വെൽത്തിനെ അലോക്കേറ്റ് ചെയ്യുക. So utility maximizing individuals will reallocate wealth between different assets whenever marginal rate of returns are not equal. അപ്പം ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺസ് ഈക്വൽ ആകുന്നതാണ് ഇക്വിലിബ്രിയം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ഇനീക്വാളിറ്റി വന്നാൽ അവിടെ എന്താ ഡിസിക്വിലിബ്രിയം ഉണ്ടായി. അപ്പം അങ്ങനെ ഒരു ഡിസിക്വിലിബ്രിയം ഉണ്ടായാൽ വെൽത്തിനെ ആളുകൾ റീഅലോക്കേറ്റ് ചെയ്യും. അപ്പം മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മണി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മണി ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ മാറ്റും. അപ്പം മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ മണിയിൽ നിന്നുള്ള റിട്ടേൺ കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മണി കീപ്പ് ചെയ്യത്തില്ല. മണിക്ക് പകരം ബോണ്ടോ ഇക്വിറ്റീസോ മറ്റ് ഫിനാൻഷ്യൽ ഡെപ്റ്റോ അങ്ങനെ എന്തെങ്കിലും അസറ്റ് കീപ്പ് ചെയ്യും. അപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഒരു ഇക്വാളിറ്റിക്ക് ഭംഗം സംഭവിച്ചാൽ എവിടെയെങ്കിലും ഇപ്പോൾ ബോണ്ടിൻ്റെ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കുറയുന്നതെങ്കിൽ ബോണ്ട് ആളുകൾ കുറവേ കീപ്പ് ചെയ്യത്തുള്ളൂ. അതിന് പകരം മണിയോ ഇക്വിറ്റിയോ ഫിസിക്കൽ ഡെപ്റ്റോ കീപ്പ് ചെയ്ത് ഈ ഒരു ഇക്വിലിബ്രിയം എത്താനായിട്ട് ശ്രമിക്കും. അപ്പം മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺസ് എല്ലാത്തിൽ നിന്നും കിട്ടുന്ന മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ആക്കാനായിട്ട് ആളുകൾ ശ്രമിക്കും. So this portfolio adjustment process is the central of monetarist specification of the transmission mechanism whereby changes in stock of money affects real sector. അപ്പോൾ ഈ പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് മോണിറ്ററിസത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഈ പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് മണി റിയൽ സെക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഫ്രീഡ്മാനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് റണ്ണിൽ മണി റിയൽ സെക്ടറിനെ അഫക്റ്റ് ചെയ്യും. എങ്ങനെയാണ് ഷോർട്ട് റണ്ണിൽ മണി റിയൽ സെക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നത്? ആളുകളുടെ ഈ പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് മണി റിയൽ സെക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഷോർട്ട് റണ്ണിൽ ഈ ഒരു മാർജിനൽ റേറ്റ് ഈ എല്ലാ അസറ്റിൻ്റെയും മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺസ് ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ ഷോർട്ട് റണ്ണിൽ എന്താണ് ചെറിയ ഡിസിക്വിലിബ്രിയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആളുകൾ വെൽത്തിനെ റീഅലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ വെൽത്തിനെ റീഅലോക്കേറ്റ് ചെയ്യുന്ന ഈ പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സിലൂടെയാണ് മണി റിയൽ സെക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതാണ് ഫ്രീഡ്മാൻ പറയുന്നത്. അങ്ങനെയാണ് ഫ്രീഡ്മാൻ മണീനെ റിയൽ സെക്ടറിനെയും കൂടി ഒന്ന് റിലേറ്റ് ചെയ്യുന്നത്. So we can illustrate this using an example. Let us examine the effect of
an increase in money supply brought about by open market operations by monetary authorities. അപ്പോൾ നമ്മൾ ഇവിടെ മണീനെ എക്സോജിനസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മോണിറ്ററി അതോറിറ്റിയാണ് മണി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഫ്രീഡ്മാൻ അസ്യൂം ചെയ്യുന്നത്. അപ്പം മണി സപ്ലൈ എന്ന് പറയുന്നത് എക്സോജിനസ് വേരിയബിൾ ആണ്. An initial equilibrium is assumed where wealth is allocated between financial and real assets such that marginal rate of return are equal. അപ്പം ഇനീഷ്യലി ഒരു ഇൻഡിവിജ്വലിൻ്റെ വെൽത്ത് ഒപ്റ്റിമം ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനീഷ്യലി ഇൻഡിവിജ്വൽ ഇക്വിലിബ്രിയത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ റിയൽ അസറ്റുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ആണ്. അപ്പം ഇനീഷ്യലി ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മണി, മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ബോണ്ട്, ഇക്വിറ്റീസ്, ഫിസിക്കൽ ഡെപ്റ്റ് എല്ലാം എന്താണ് ഈക്വൽ ആണ്. അപ്പം ഇനീഷ്യലി ഇൻഡിവിജ്വലിൻ്റെ വെൽത്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ഇനീഷ്യലി ഇക്വിലിബ്രിയത്തിലാണ്. എല്ലാ അസറ്റുകളിൽ നിന്നും കിട്ടുന്ന മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ആണ്. Following an open market operation of bonds by monetary authority, public's money holding will increase. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ മോണിറ്ററി അതോറിറ്റി ആളുകളുടെ മണി ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്യാണ്. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിലൂടെ ആളുകളുടെ മണി ഹോൾഡിംഗ് മോണിറ്ററി അതോറിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ എന്താ? ബോണ്ട് മോണിറ്ററി അതോറിറ്റി. ഇപ്പം നമുക്ക് RBI എടുക്കാം. ഇന്ത്യയിലാണെങ്കിൽ RBI അവരുടെ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് യൂസ് ചെയ്ത് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യാണ്. RBI എന്ത് ചെയ്യുന്നു? ആളുകളുടെ കയ്യിലുള്ള ബോണ്ടിനെ RBI പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ RBIക്ക് ബോണ്ട് കിട്ടും. RBI എന്ത് ചെയ്യും? പബ്ലിക്കിലേക്ക് ഈ ബോണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ പബ്ലിക്കിലേക്ക് മണി കൊടുക്കും, അല്ലേ? മണി കൊടുത്തിട്ടല്ലേ ബോണ്ട് മേടിക്കുന്നത്. അപ്പോൾ പബ്ലിക്കിൻ്റെ മണി ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇക്കോണമിയിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഓഫ് ബോണ്ട്സ് ആണ് മോണിറ്ററി അതോറിറ്റി ഇവിടെ ചെയ്യുന്നത്. അപ്പം ബോണ്ട്സ് മോണിറ്ററി അതോറിറ്റി പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ പബ്ലിക്കിൻ്റെ മണി ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇൻ എസെൻസ് മണി സപ്ലൈ മോണിറ്ററി അതോറിറ്റി ഇൻക്രീസ് ചെയ്തു. നമുക്കറിയാം മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഓപ്പറേറ്റ് ചെയ്യും. മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മണി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മണി ഡിക്രീസ് ചെയ്യും. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മണി ഡിക്രീസ് ചെയ്യും. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യണം. നമുക്കറിയാം സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡിമിനിഷിങ് റിട്ടേൺസ് ഓപ്പറേറ്റ് ചെയ്യും. മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മണി ഡിക്രീസ് ചെയ്യും. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മണി വിൽ നോട്ട് ബി ഈക്വൽ ഓർ ഇറ്റ് വിൽ ബി ലെസ് ദാൻ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ബോണ്ട്സ്, marginal rate of return on equity and marginal rate of return on fiscal debts. അപ്പം മണിയുടെ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കുറയുകയാണ്. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ മണിയുടെ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മണി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഇനീഷ്യൽ ഇക്വിലിബ്രിയത്തിലായിരുന്നു ഇൻഡിവിജ്വലിൻ്റെ പോർട്ട്ഫോളിയോ അലോക്കേഷൻ. ഇവിടെ എന്ത് ചെയ്തു? ഡിസിക്വിലിബ്രിയം ഉണ്ടായി. ഇവിടെ MRR ഓൺ മണി നോട്ട് ഈക്വൽ ടു MRR ഓൺ ബോണ്ട്, ഇക്വിറ്റീസ് ആൻഡ് ഫിസിക്കൽ ഡെപ്റ്റ്സ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ എന്ത് സംഭവിക്കും? ആളുകൾ മണിയുടെ ഹോൾഡിംഗ് കുറയ്ക്കും. മണിയുടെ ഹോൾഡിംഗ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മണി ഇൻക്രീസ് ചെയ്യും. മണി സപ്ലൈ കൂടുന്നത് കൊണ്ടാണ് മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ കുറഞ്ഞത്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? എക്സസ് മണി യൂസ് ചെയ്ത് ബോണ്ടും ഇക്വിറ്റിയും ഫിസിക്കൽ ഡെപ്റ്റ്സും മേടിക്കും. അങ്ങനെ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മണിയും ബോണ്ടും ഇക്വിറ്റീസും ഫിസിക്കൽ ഡെപ്റ്റും ഈക്വൽ ആക്കും. അപ്പം മണിയുടെ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ, മണി സപ്ലൈ കൂടിയപ്പോൾ മണിയുടെ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ കുറഞ്ഞു. അപ്പോൾ ഈ മണിയുടെ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ കൂട്ടാനായിട്ട് എന്ത് വേണം? മണി സപ്ലൈ കുറയ്ക്കണം.
അപ്പം മണി കൂടുതൽ കയ്യിൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ആ മണി യൂസ് ചെയ്ത് ബോണ്ടും ഇക്വിറ്റീസും ഫിസിക്കൽ ഡെപ്റ്റുകളും മേടിച്ചുകൊണ്ട് വീണ്ടും പോർട്ട്ഫോളിയോ ഇക്വിലിബ്രിയത്തിലേക്ക് ആളുകൾ എത്തിക്കും. ഓക്കെ, അപ്പം ഡിസിക്വിലിബ്രിയം, പോർട്ട്ഫോളിയോയിൽ ഒരു ഡിസിക്വിലിബ്രിയം ഉണ്ടായാൽ ആളുകൾ വെൽത്തിനെ റീ അലോക്കേറ്റ് ചെയ്യും. So equilibrium in portfolio will be re-established when once again marginal rate of returns are equal. അപ്പം കൂടുതൽ എക്സസ് മണി ഉള്ളത് കൊണ്ടാണ് മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മണി കുറഞ്ഞത്. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മണി കൂട്ടാനായിട്ട് മണി സപ്ലൈ കുറയ്ക്കണം. അതിനുവേണ്ടി ആ എക്സസ് മണി യൂസ് ചെയ്ത് ബോണ്ടും ഇക്വിറ്റീസും ഫിസിക്കൽ ഡെപ്റ്റ്സും മേടിച്ചുകൊണ്ട് മാർജിനൽ റിട്ടേൺ ഓൺ മണി, മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ബോണ്ടും ഇക്വിറ്റീസും ഫിസിക്കൽ ഡെപ്റ്റും ഈക്വൽ ആക്കും. അപ്പം ഷോർട്ട് റണ്ണിൽ ഒരു ഡിസിക്വിലിബ്രിയം മോണിറ്ററി അതോറിറ്റി ഉണ്ടാക്കിയാൽ ആളുകൾ വെൽത്തിനെ റീ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് പോർട്ട്ഫോളിയോയിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കും. അപ്പം ഡിസിക്വിലിബ്രിയം ഷോർട്ട് റണ്ണിൽ ഉണ്ടാകുമ്പോൾ ഇക്വിലിബ്രിയം പോർട്ട്ഫോളിയോയിൽ ഉണ്ടാക്കാനായിട്ട് ആളുകൾ വെൽത്തിനെ റീ അലോക്കേറ്റ് ചെയ്യും. ഈ വെൽത്തിനെ ഷോർട്ട് റണ്ണിൽ റീ അലോക്കേറ്റ് ചെയ്യുമ്പോൾ വെൽത്ത് റിയൽ ഫാക്ടേഴ്സിനെ, ഇക്കോണമിയിലുള്ള റിയൽ ഫാക്ടേഴ്സിനെ ഷോർട്ട് റണ്ണിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഷോർട്ട് റണ്ണിൽ മണി റിയൽ വേരിയബിൾസിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് ഫ്രീഡ്മാൻ പറയുന്നത്. അപ്പം ഈ ഒരു പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് വഴിയാണ് മണി റിയൽ സെക്ടറിലെ വേരിയബിൾസിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ റീസ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മോണിറ്ററിസത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. മോണിറ്ററിസത്തിൻ്റെ സെൻട്രൽ ഫാക്റ്റ് എന്ന് പറയുന്നത് ഈ പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് മണി സപ്ലൈ റിയൽ വേരിയബിൾസിനെ അല്ലെങ്കിൽ മണി റിയൽ വേരിയബിൾസിനെ ഷോർട്ട് റണ്ണിൽ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സിലൂടെയാണ് ഫ്രീഡ്മാൻ പറയുന്നത് മണി ഡസ് മാറ്റേഴ്സ് എന്ന്. അപ്പം മണി റിയൽ വേരിയബിൾസിനെ അഫക്റ്റ് ചെയ്യുന്നത് ഈ പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റ് വഴിയാണ്. അപ്പോൾ നിങ്ങൾ ഈ തിയറി ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് പറഞ്ഞു വെക്കാതെ മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ പറഞ്ഞു വെക്കണം. അപ്പം ടോബിൻ ഇച്ചിരൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ് പറയുന്നത്. ഒരു പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് മോണിറ്ററിസത്തിൻ്റെ അല്ലെങ്കിൽ ഈ റീസ്റ്റേറ്റ്മെൻറ്റ് തിയറിയുടെ എസെൻസ് അല്ലെങ്കിൽ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ ഹാർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു മെക്കാനിസത്തിലൂടെയാണ് മണി റിയൽ സെക്ടറിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ഫ്രീഡ്മാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയാതെ ഒരു റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ പറഞ്ഞാൽ അത് പൂർണ്ണമല്ല. അപ്പം ഇതും എന്തായാലും നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് എന്തായാലും എഴുതി വെക്കണം. ഓക്കെ, now let us move on to difference between Keynesian analysis and Friedman's restatement. അപ്പോൾ കെയ്ൻസിൻ്റെ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയും ഫ്രീഡ്മാൻ്റെ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയും തമ്മിലുള്ള ഡിഫറൻസ്. Patinkin has suggested that Friedman's restatement should be regarded as an extension of Keynesian analysis. കെയ്ൻസിൻ്റെ അനാലിസിസിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഫ്രീഡ്മാൻ്റെ റീസ്റ്റേറ്റ്മെൻറ്റ് തിയറി. കെയ്ൻസ് എന്താണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിന് ഡിമാൻഡ് സൈഡിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഫ്രീഡ്മാനും ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അതിൻ്റെ ഡിമാൻഡ് സൈഡിനാണ്, മണി ഡിമാൻഡിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതേപോലെ തന്നെ എന്താ പറയുക, മണിയുടെ സ്റ്റോർ വാല്യൂ അല്ലെങ്കിൽ മണീനെ ഒരു അസറ്റായിട്ടാണ് ഫ്രീഡ്മാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എസെൻഷ്യലി കെയ്ൻസിൻ്റെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ എക്സ്റ്റൻഷനാണ് ഫ്രീഡ്മാൻ്റെ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്. പക്ഷേ ഫ്രീഡ്മാൻ്റെ തിയറിയും കെയ്ൻസിൻ്റെ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പാറ്റിൻകിൻ പറയുന്നുണ്ട്. പാറ്റിൻകിൻ സേസ് ദാറ്റ് ഫ്രീഡ്മാൻസ് തിയറി ആൻഡ് കെയ്ൻസ് തിയറി have three important differences. First, Friedman's analysis of demand for money can be regarded as application of his permanent income theory of consumption to demand for a particular asset.
അപ്പോൾ ഫ്രീഡ്മാൻ്റെ തിയറിയിൽ ഫ്രീഡ്മാൻ പെർമനന്റ് ഇൻകം, അദ്ദേഹത്തിന്റെ പെർമനന്റ് ഇൻകം തിയറി ഓഫ് കൺസംഷന്റെ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ കണ്ടു ആ ഒരു ഇക്വേഷനിൽ ഡിമാൻഡ് ഫോർ റിയൽ മണി ബാലൻസ് എന്നാണ്, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് പെർമനന്റ് ഇൻകം. അദ്ദേഹം വെൽത്തിന് പകരം പെർമനന്റ് ഇൻകം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രീഡ്മാന്റെ പെർമനന്റ് ഇൻകം തിയറി ഓഫ് കൺസംഷന്റെ ആപ്ലിക്കേഷനാണ് ഈ ഒരു ഫ്രീഡ്മാന്റെ റീസ്റ്റേറ്റ്മെന്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു തിയറിയുടെ ഭാഗമാണ് പെർമനന്റ് ഇൻകം എന്ന് പറയുന്നത്. അതിനെ അദ്ദേഹം ഈ തിയറിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളാണേലും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നാലാൾ അറിയാനായിട്ട് നമ്മൾ കാണുന്നിടത്തെല്ലാം നമ്മൾ തിരികെ കയറ്റി ഉപയോഗിക്കും എന്ന് പറയുന്ന പോലെ ഫ്രീഡ്മാൻ്റെ ഒരു പഴയ തിയറിയാണ് പെർമനന്റ് ഇൻകം തിയറി ഓഫ് കൺസംഷൻ. അതിൽ അദ്ദേഹം യൂസ് ചെയ്ത പെർമനന്റ് ഇൻകം എന്ന് പറയുന്ന കൺസെപ്റ്റ് വെൽത്തിന് പകരം അദ്ദേഹം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. കെയ്ൻസിൻ്റെ തിയറിയുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? പെർമനന്റ് ഇൻകം തിയറിയുടെ ആപ്ലിക്കേഷനാണ് ഫ്രീഡ്മാൻ്റെ റീസ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് ഡിഫറൻസ്, Friedman introduced expected rate of inflation as a potentially important variable into demand for money function. ഫ്രീഡ്മാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷനെ അദ്ദേഹം കൺസിഡർ ചെയ്യുന്നുണ്ട്. വെറും ഇൻഫ്ലേഷൻ അല്ല, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, ആളുകളുടെ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ്. അപ്പം ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യാനാണ് പോകുന്നതെന്ന് ആളുകൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആളുകൾ മണി കുറവേ കീപ്പ് ചെയ്യത്തുള്ളൂ. കാരണം ഇൻഫ്ലേഷൻ കൂടിയാൽ മണി വാല്യൂ കുറയും. അപ്പം എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആളുകൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആളുകളുടെ ഡിമാൻഡ് ഫോർ മണി ഇരിക്കുന്നത്. അപ്പം സെക്കൻഡ് ഡിഫറൻസ്, കെയ്ൻസിൻ്റെ അനാലിസിസും ഫ്രീഡ്മാൻ്റെ റീസ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീഡ്മാൻ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻടു ഹിസ് തിയറി. അപ്പം എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷനെ ഫ്രീഡ്മാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ കെയ്ൻസ് എന്താണ്? ആ ഒരു ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷനെ കുറിച്ച് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നില്ല, കെയ്ൻസ് മെൻഷൻ ചെയ്യുന്നില്ല. തേർഡ് ഡിഫറൻസ്, ഫ്രീഡ്മാൻ asserted that demand for money was a stable function of limited number of variables. But demand for money, according to Friedman, is a stable function of permanent income, return on financial and other assets, expected rate of inflation, and individual's taste and preference. അപ്പോൾ ഫ്രീഡ്മാനെ സംബന്ധിച്ചിടത്തോളം ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ സ്റ്റേബിൾ ഫംഗ്ഷൻ ഓഫ് ലിമിറ്റഡ് നമ്പർ ഓഫ് വേരിയബിൾസ്. കുറച്ച് വേരിയബിൾസിൻ്റെ സ്റ്റേബിൾ ഫംഗ്ഷനാണ് ഡിമാൻഡ് ഫോർ മണി. സോ കെയ്ൻസിൻ്റെ അനാലിസിസിൻ്റെ എക്സ്റ്റൻഷനാണ് ഫ്രീഡ്മാൻ്റെ റീസ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഈ രണ്ട് അനാലിസിസും തമ്മിൽ 3 ബേസിക് ഡിഫറൻസസ് ഉണ്ട്. പാറ്റൻകിനെ സംബന്ധിച്ചിടത്തോളം 3 ബേസിക് ഡിഫറൻസ് ഉണ്ട്. ഒന്ന്, പെർമനന്റ് ഇൻകം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫ്രീഡ്മാൻ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഫ്രീഡ്മാൻ തിയറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. തേർഡ് എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് it is a stable function of permanent income, return on other assets, expected rate of inflation, and individual's taste and preference. അപ്പം ചില ലിമിറ്റഡ് നമ്പർ ഓഫ് വേരിയബിൾസിൻ്റെ സ്റ്റേബിൾ ഫംഗ്ഷനാണ് ഡിമാൻഡ് ഫോർ മണി അക്കോർഡിംഗ് ടു ഫ്രീഡ്മാൻ. അപ്പം ഈ 3 കാര്യങ്ങളിലാണ് കെയ്ൻസിൻ്റെ തിയറിയും ഫ്രീഡ്മാൻ്റെ തിയറിയും തമ്മിലുള്ള 3 ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കെയ്ൻസിൻ്റെ അനാലിസിസും ഫ്രീഡ്മാൻ്റെ റീസ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ബേസിക് ഡിഫറൻസസ്. Now let us move on to criticism of the theory. Friedman first, so there are 3 main criticism. Let us focus on the first criticism. Money supply is not exogenous. So according to Friedman, money supply is exogenous. Money supply is exogenously determined by the monetary authority. But recently, it have been proved that money supply is not exogenous, money supply is endogenous. Money supply, കെയ്ൻസിൻ്റെയും ഫ്രീഡ്മാൻ്റെയും ടോബിൻ്റെ ഒക്കെ അപ്രോച്ചിൽ നമ്മൾ പറയുന്നത് മണി സപ്ലൈ എക്സോജനസ് ആണെന്നാണ് പറയുന്നത്. മണി സപ്ലൈ
എക്സോജിനസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് മോണിറ്ററി അതോറിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഐറ്റമാണ് മണി സപ്ലൈ. പക്ഷേ ഫ്രീഡ്മാന് ശേഷം ഇക്കണോമിസ്റ്റുകൾ പ്രൂവ് ചെയ്യുന്ന, അവർ ആർഗ്യൂ ചെയ്യുന്നത് മണി സപ്ലൈ എന്ന് പറയുന്നത് എൻഡോജിനസ് ആണ്. സിസ്റ്റത്തിലുള്ള പല വേരിയബിൾസും മണി സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കെയ്ൻസിൻ്റെ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി, ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിറ്റർമിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ നമ്മൾ മണി സപ്ലൈനെ ഒരു വെർട്ടിക്കൽ ലൈനായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം മണി സപ്ലൈനെ ഫ്രീഡ്മാൻ വരെ ഉള്ള ആളുകൾ, പോസ്റ്റ് കെയ്നീഷ്യൻസ് പോലും എക്സോജിനസ് ആയിട്ടാണ് മണി സപ്ലൈനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം മണി സപ്ലൈ എക്സോജിനസ് അല്ല, മണി സപ്ലൈ എൻഡോജിനസ് ആണ്. അപ്പം നമ്മൾ അടുത്ത പാർട്ടിൽ സപ്ലൈ ഓഫ് മണീനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ നമ്മൾ എൻഡോജിനസ് തിയറി ഓഫ് മണി സപ്ലൈ പഠിക്കും. അപ്പോൾ അവിടെ മണി സപ്ലൈ എന്ന് പറയുന്നത് മോണിറ്ററി അതോറിറ്റീസ് അല്ല ഡിറ്റർമിൻ ചെയ്ത്. മോണിറ്ററി അതോറിറ്റീസിനപ്പുറം സിസ്റ്റത്തിൻ്റെ അകത്തു തന്നെയുള്ള പല വേരിയബിൾസും മണി സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെന്നാണ് ഇക്കണോമിസ്റ്റുകൾ ലേറ്റസ്റ്റ് ആയിട്ട് ആർഗ്യൂ ചെയ്യുന്നത്. അപ്പം മണി സപ്ലൈ എക്സോജിനസ് ആണ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു തിയറിയുടെ ലിമിറ്റേഷനാണ്. സെക്കൻഡ് ക്രിറ്റിസിസം, ഫ്രീഡ്മാൻ ഇഗ്നോർസ് ദി ഇഫക്റ്റ് ഓഫ് അതർ വേരിയബിൾസ് ഓൺ മണി സപ്ലൈ. അപ്പം മണി സപ്ലൈ ഒരു ഡിമാൻഡ് സൈഡ് തിയറി ആയിട്ടാണ് ഫ്രീഡ്മാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മണി സപ്ലൈനെ പ്രൈസിനും ഔട്ട്പുട്ടിനും ഇൻട്രസ്റ്റ് റേറ്റിനും ഒക്കെ മണി സപ്ലൈനെ എഫക്റ്റ് ചെയ്യും. അതിനെക്കുറിച്ചൊന്നും ഫ്രീഡ്മാൻ മെൻഷൻ ചെയ്യുന്നില്ല. സോ ഹി ഇഗ്നോർസ് ദി ഇഫക്റ്റ് ഓഫ് അതർ വേരിയബിൾസ് ഓൺ money supply. And Friedman's theory is a static theory. He does not consider time factor. ഫ്രീഡ്മാൻ എന്താണ് ടൈം ഫാക്ടറിനെയോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചൊന്നും തന്നെ ഫ്രീഡ്മാൻ മെൻഷൻ ചെയ്യുന്നില്ല. സോ ദീസ് ആർ ദി ത്രീ മെയിൻ ക്രിറ്റിസിസം ഓഫ് ഫ്രീഡ്മാൻസ് restatement of quantity theory of money. Money supply is not exogenous. Friedman considers money supply as an exogenous factor, but money supply is not exogenous. Friedman ignores the effect of other variables on money supply, and he does not consider time factor. So these are the three essential criticisms of Friedman's theory. So Friedman's restatement of quantity theory of money was introduced in his essay Quantity Theory of Money, a Restatement, which was published in the year 1956. In his theory, he states that money does matter. He considers money as an asset. And he says through portfolio adjustment, money can affect real variables in short run. So money is not neutral according to Friedman. അപ്പം ഫ്രീഡ്മാൻ പറയുന്നത് എന്താണ്, മണി എന്ന് പറയുന്നത് മണീൻ്റെ ഒരു ഡിമാൻഡ് സൈഡിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ക്ലാസിക്കൽസിൻ്റെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണീനെ അതിനെ ഒരു ഡിമാൻഡ് ഫോർ മണി തിയറി ആയിട്ട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 1956 ക്വാണ്ടിറ്റി തിയറി ഓഫ് മണീനെ റീസ്റ്റേറ്റ് ചെയ്യുകയാണ് ഫ്രീഡ്മാൻ. അപ്പോൾ ഫ്രീഡ്മാൻ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണീനെ റീസ്റ്റേറ്റ് ചെയ്യുമ്പോൾ മണീനെ അസറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മണി സപ്ലൈയിലൊക്കെ ചേഞ്ചസ് ഉണ്ടായാൽ മണിയുടെ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേണിന് ചേഞ്ചസ് ഉണ്ടാവുകയും ആ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേണിനും പോർട്ട്ഫോളിയോ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കാനായിട്ട് മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ആക്കാനും മറ്റ് അസറ്റുകളുടെ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേണുമായിട്ട് ഈക്വൽ ആക്കാനും ആളുകൾ അവരുടെ വെൽത്തിനെ റീഅലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ വെൽത്തിനെ റീഅലോക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് റിയൽ വേരിയബിൾസിനെ എഫക്റ്റ് ചെയ്യും. അപ്പം വെൽത്തിനെ റീഅലോക്കേറ്റ് ചെയ്യുമ്പോൾ റിയൽ ഗുഡ്സിൻ്റെയും മറ്റ് അസറ്റിൻ്റെയൊക്കെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഷോർട്ട് റണ്ണിലാണെങ്കിലും റിയൽ വേരിയബിൾസിനെ മണി എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് ഫ്രീഡ്മാൻ പറയുന്നത്. അപ്പോൾ ലോങ് റണ്ണിൽ മണി ന്യൂട്രൽ ആണെന്നാണ് മോണിറ്ററിസ്റ്റുകൾ പറയുന്നത്. പക്ഷേ ഷോർട്ട് റണ്ണിൽ മണി ന്യൂട്രൽ അല്ല. ഷോർട്ട് റണ്ണിൽ മണി ഡസ് മാറ്റേഴ്സ് എന്നാണ് ഫ്രീഡ്മാൻ്റെ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ മണിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന ഒരു രീതിയിലേക്കാണ് ഫ്രീഡ്മാൻ പറയുന്നത്. അതാണ് ഈ ഒരു ക്വാണ്ടിറ്റി തിയറി, റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിലൂടെയാണ് മോണിറ്ററിസം എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലീഡറായ ഫ്രീഡ്മാൻ്റെ തിയറിയാണ്
റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഇക്വേഷനിലൂടെ അദ്ദേഹം പറയുന്നതാണ് റിയൽ മണി ബാലൻസ് ഡിപ്പെൻഡ്സ് ഓൺ പെർമനൻറ്റ് ഇൻകം ഓർ വെൽത്ത്, റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് അതർ അസറ്റ്, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ഇൻഡിവിജ്വൽസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അപ്പോൾ ആളുകളുടെ വെൽത്ത് അവർ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ, എല്ലാ അസറ്റുകളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ആകുന്ന രീതിയിലാണ് വെൽത്ത് അലോക്കേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഡിസിക്വിലിബ്രിയം ഉണ്ടായാൽ, മണി സപ്ലൈയിൽ ഒരു ഡിസിക്വിലിബ്രിയം ഉണ്ടായാൽ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ മണി കുറയുകയും കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസിക്വിലിബ്രിയം ഉണ്ടായാൽ ആളുകൾ അവരുടെ വെൽത്ത് റീഅലോക്കേറ്റ് ചെയ്യും. മണിയുടെ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ കുറഞ്ഞു കഴിഞ്ഞാൽ മണി യൂസ് ചെയ്ത് അവർ മണിയുടെ ഹോൾഡിംഗ് കുറച്ചുകൊണ്ട് മറ്റ് അസറ്റുകൾ മേടിക്കും. എന്നിട്ട് മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ, എല്ലാ അസറ്റിൻ്റെയും മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ആക്കാനായിട്ട് ശ്രമിക്കും. അപ്പം ഈ ഒരു ട്രാൻസ്മിഷൻ മെക്കാനിസം അല്ലെങ്കിൽ ഈ ഒരു പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സാണ് മണീനെ റിയൽ സെക്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പം മണി സപ്ലൈയിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഈ പോർട്ട്ഫോളിയോ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വെൽത്തിനെ റീഅലോക്കേറ്റ് ചെയ്യുമ്പോൾ മറ്റ് റിയൽ സെക്ടറിലുള്ള അസറ്റിൻ്റെയൊക്കെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ റിയൽ സെക്ടറിനെ ഷോർട്ട് റണ്ണിൽ മണി അഫക്റ്റ് ചെയ്യും. അതാണ് ഈ മോണിറ്ററിസത്തിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ബൈ മിൽട്ടൺ ഫ്രീഡ്മാൻ.